മലയാളികൾ രണ്ട് അമ്മമാരെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുൻപ് അഫ്ഫാന്റെ ഉമ്മയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കാരണം വലിയ കൊലപാതകങ്ങൾ നടന്നിട്ടും ആ മകനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു ഉമ്മ. ഇപ്പോൾ മറ്റൊരു അമ്മയാണ്. അത് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ രാജ്യത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി രാജ്യവിരുദ്ധ സിനിമ എടുത്തപ്പോഴും ആ മകനെ പിന്തുണയ്ക്കാൻ വരുന്ന ഒരമ്മ. ഇവർ രണ്ടുപേരും ഒരേ നിലപാടല്ലേ എടുക്കുന്നത്? തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾക്കറിയാമല്ലോ, ഈ അമ്മമാർ എപ്പോഴും മക്കളെ പിന്തുണച്ച്, പ്രത്യേകിച്ച് ആൺമക്കളെ പിന്തുണച്ച് രംഗത്ത് വരാറുണ്ട്. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ കണ്ടത് 2008, 2009 കാലത്ത് ഈ കേരളത്തിൽ നിന്ന് 4-5 ചെറുപ്പക്കാർ കാശ്മീരിൽ വിശുദ്ധ യുദ്ധത്തിന് പോയി. രാഷ്ട്രത്തിനെതിരായിട്ട്, നമ്മുടെ രാജ്യത്തിനെതിരായിട്ട്, ശത്രുക്കളോടും നുഴഞ്ഞുകയറ്റക്കാരോടും ഒപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയി. അന്ന് ആ വെടിയേറ്റ് മരിച്ച ആൾക്കാരിൽ ഒരു യുവാവിൻ്റെ ഉമ്മ പറഞ്ഞത്, എനിക്ക് അവൻ്റെ മയ്യത്ത് പോലും കാണണ്ട, അവൻ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോയതാണ്, എനിക്ക് ആ മയ്യത്ത് പോലും കാണണ്ട എന്ന് ആ ഉമ്മ പറഞ്ഞു. ആ ഉമ്മയാണ് വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ആ ഉമ്മയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടതും. ജനിച്ച മണ്ണിനോട്, പിറന്ന മണ്ണിനോട് കൂറ് കാണിക്കുന്ന ആ ഉമ്മ, സ്വന്തം മകനേക്കാൾ കൂടുതൽ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറഞ്ഞു പഠിച്ച ഒരു പാരമ്പര്യം, പറഞ്ഞു പഠിപ്പിച്ച പാരമ്പര്യം, അത് ആ ഉമ്മയ്ക്ക്. അവർ ഒരുപക്ഷെ വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളായിരിക്കില്ല, വലിയ ഡിഗ്രികളൊന്നും ഉണ്ടായിരിക്കില്ല. മല്ലിക സുകുമാരനെ പോലെ വലിയ പത്രാസും പകിട്ടുമില്ല അല്ലേ, സാമ്പത്തികവും ഇല്ലാത്ത സാധാരണക്കാരി, ഒരു ദരിദ്ര ചുറ്റുപാടിൽ ജീവിക്കുന്ന ആ ഉമ്മ, മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൻ്റെ മനസ്സുള്ള ആ ഉമ്മയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഇവിടെ അഫ്ഫാൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈ അഫ്ഫാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അഫ്ഫാൻ്റെ ഉമ്മ കരുതിയിരുന്നത് അവരെ മാത്രമാണ് ആക്രമിച്ചത്. അവർ ആശുപത്രിയിലായിരുന്നല്ലോ. അപ്പോൾ എന്നെ മാത്രമേ മകൻ ആക്രമിച്ചിട്ടുള്ളൂ, വേറെ ആരെയെങ്കിലും ഉപദ്രവിച്ചോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. അങ്ങനൊരു കൺസെഷനെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാനുണ്ട്. അവരെ സംബന്ധിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞു വരുമ്പോഴാണ് അവർ മകൻ ചെയ്ത ക്രൂരകൃത്യത്തിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഇളവെങ്കിലും അവർക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ അറിഞ്ഞുകൊണ്ട് ഈ രാജ്യവിരുദ്ധമായ ഈ എന്താ പറയേണ്ട ഒരു സിനിമയിലൂടെ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുക, സിനിമയടക്കമുള്ള എല്ലാ കലാസൃഷ്ടികൾക്കും കലാകാരന്മാർക്കും സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം സമൂഹത്തെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ്, അതിന് വേണ്ടുന്ന സൃഷ്ടികളാണ് അവരിൽ നിന്നുണ്ടാകേണ്ടത്. അത് കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ അവരുടെ ധർമ്മമാണ്, അവരുടെ സ്വധർമ്മമാണ്. അതിന് വിരുദ്ധമായി അവർ സഞ്ചരിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ മല്ലിക സുകുമാരന് തീർച്ചയായിട്ടും മകൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാൽ, അവർക്കും കൂടി ബോധ്യപ്പെടണമല്ലോ, തോന്നിയാൽ അവർ അവരുടെ പാരമ്പര്യത്തെയും അവരുടെ ധർമ്മത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരമ്മ നിർവഹിക്കേണ്ട കടമ, അമ്മയുടെ ധർമ്മം, അതവർ നിർവഹിക്കേണ്ടതാണ്. മകനെ തിരുത്തണം. തെറ്റുകൾ ചെയ്താൽ ആൺമക്കളെ തിരുത്താനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം അമ്മമാർക്കാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ടൊരിക്കൽ പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടികളുടെ പുറകെ പോകണ്ട, നിങ്ങളുടെ ആൺമക്കൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കൂ. അവരെ തിരുത്താനാണ് അമ്മമാർ ആദ്യം ശ്രമിക്കേണ്ടത്. നോക്കൂ, വളരെ ശരിയല്ലേ? ആൺകുട്ടികളെ തിരുത്തിയാൽ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ വിവാദത്തിന് പിന്നാലെ മല്ലിക സുകുമാരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ മക്കളെ ചതിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ മോശമായിട്ടല്ല വളർത്തിയത്. പക്ഷേ ഇത്രയും വലിയ വിവാദം കേരളവും ഇന്ത്യയും ഉൾപ്പെടെ ചർച്ച ചെയ്തു. രാജ്യസഭയിൽ ലോക്സഭയിലും ഇത് ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ അവസാന ഘട്ടത്തിൽ, അങ്ങനെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവാദമല്ല മല്ലിക സുകുമാരൻ ഇങ്ങനെ കണ്ണീര് ഒഴുക്കുവാൻ. നമുക്കറിയാം അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട വാര്യംകുന്നൻ മുതൽ ജനഗണമന, മറ്റു പല സിനിമകളും, അതെ, അങ്ങനെ ലക്ഷദ്വീപ് വിഷയം, ഗാസ വിഷയം, അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊന്നും പോട്ടെ, അതെല്ലാം ഒരു നിലപാടെന്ന് പറയാം. പക്ഷെ വാര്യംകുന്നനുമായി ഉണ്ടായ വലിയ പ്രശ്നമുണ്ടാകുമ്പോഴും ആ അമ്മ അപ്പോഴും ഈ മകനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ പറയുന്നു മകനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നു, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന്. ആരാണ് ഒറ്റപ്പെടുത്തിയത്? ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച മോഹൻലാൽ ഈ സംവിധായകനായ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയോ? അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്നാണ്. പൃഥ്വിരാജിന് തെറ്റുപറ്റി എന്നല്ല അദ്ദേഹം പറഞ്ഞത്, മല്ലിക സുകുമാരൻ്റെ മകന് തെറ്റുപറ്റി എന്നല്ല പറഞ്ഞത്. മറിച്ച് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, അതൊരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നതായി, ഞങ്ങളത് മനസ്സിലാക്കുന്നു, ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്.
അത് പങ്കുവയ്ക്കാനല്ലേ, അത് ഷെയർ ചെയ്യാനല്ലേ പൃഥ്വിരാജ് ശ്രമിച്ചുള്ളൂ. സ്വയം തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ തനിക്ക് തെറ്റു പറ്റിയോ ഇല്ലയോ എന്ന് ഒരു നിലപാടെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറാകണ്ടായിരുന്നു. ശ്രീജിത്ത് പണിക്കർ ചോദിച്ച ചോദ്യം വളരെ ശരിയാണ്. എന്താണ് പൃഥ്വിരാജിൻ്റെ നിലപാട്? എന്താണ്? ഞാൻ ചെയ്തതാണ് ശരി എന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഇതിനകത്ത് ഇത് കുറച്ചുകൂടെ നിഷ്പക്ഷമായിട്ട് പറയാമായിരുന്നു, രണ്ട് വശങ്ങളും പറയാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ ദേശീയ ബിംബങ്ങളെ, ദേശീയ അന്വേഷണ ഏജൻസിയെ ഒക്കെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, ഈ പറയുന്നത് പോലെ ഈ ഭീകര സംഘടനകളെ വെള്ളപൂശുന്നതിന് പകരം കുറെ കൂടി മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ശരിയാണ്, എല്ലാ കലാപങ്ങൾക്കും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നതാണ്. ഒരു കലാപവും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ. മനുഷ്യൻ്റെ ചോര മണ്ണിൽ വീഴരുത്, അത് നല്ല കാര്യമല്ല, അതെല്ലാവരും യോജിക്കും. എന്തായാലും സ്വന്തം മകൻ്റെ തെറ്റ് അംഗീകരിക്കുന്നില്ല, ഈ നാട്ടുകാരെ വിമർശിക്കുന്നു. അതാണ് അഫാന്റെ അമ്മയും ചെയ്തത്. സ്വന്തം മകനെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത്. മകൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം ആ അമ്മ ഉൾക്കൊണ്ടില്ല. ഈ മകൻ ഇങ്ങനെ ആക്രമിച്ചപ്പോൾ അത് എന്തിനു വേണ്ടി? അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് പൊതുസമൂഹത്തിന്റെ തന്നെ ഒരു നിലപാടാണ്. പല അമ്മമാരും രക്ഷിതാക്കളും ഈ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുന്ന, അതെ, മകൻ ലഹരിക്കടത്തിൽപ്പെട്ടു, സംരക്ഷിക്കുന്ന നിലപാടാണ് മാതാപിതാക്കൾ, പ്രത്യേകിച്ചും അമ്മമാർ സ്വീകരിക്കുന്നത്. ഇത് തെറ്റാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ സമൂഹം മാറി ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഇത്രയും ആഴത്തിൽ ഇത് ബാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ തെറ്റ് ചെയ്താൽ കുറേ കൂടി ശിക്ഷയും മറ്റ് നടപടികളും ഒക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബം പോലും അവരെ തള്ളിപ്പറയും. ഇവിടെ കേരളത്തിൽ ഇത് അടുത്ത കാലത്തായിട്ട് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ആൺമക്കൾ ചെയ്യുന്ന തെറ്റ് അമ്മമാർ ഒളിച്ചു വെക്കുന്നു. പല സ്ഥലത്ത് നമുക്കറിയാം, ഇപ്പോൾ ലഹരിക്ക് അടിമയായി ആൺമക്കൾ അമ്മയെ വരെ തച്ചു കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചയ്ക്ക് മുമ്പാണ് അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ അത് വലിയ തലക്കെട്ടോടു കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ കേരളം, മലയാളി തിരിഞ്ഞു നോക്കി ചിന്തിക്കണം, ഇതെവിടെയാണ് പിഴച്ചിരിക്കുന്നത്, എന്താണ് പറ്റിയിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഈ ആൺമക്കളെ തിരുത്താൻ അമ്മമാർക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത്, ആൺമക്കൾ മര്യാദയ്ക്ക് നടന്നാൽ പെൺകുട്ടികൾക്ക് സുരക്ഷയുണ്ട്, പെൺകുട്ടികൾ എത്രയും വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടില്ല, ഒരു ചെറിയ ശതമാനമേ അത്തരം കാര്യങ്ങൾക്ക് പോവുള്ളൂ, അവരെ നമുക്ക് പറഞ്ഞ് തിരുത്താം. ഇതിനുള്ള അവസരങ്ങളില്ലാതായാൽ തന്നെ അവരും അവരുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കും, അല്ലേ? വളരെ ചെറിയൊരു സമൂഹമാണ് അത്തരം കുഴപ്പങ്ങൾക്ക് പോകുന്നത്. പക്ഷേ ആൺകുട്ടികൾ വലിയ തോതിലാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് പെടുന്നത്. ലഹരി വിഷയത്തിലാണെങ്കിലും ശരി, ഇതുപോലെയുള്ള മറ്റു പ്രവൃത്തികളിലേക്കാണെങ്കിലും ശരി. അത് നമുക്ക് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് അമ്മമാർ തന്നെയാണ്. നോക്കൂ, അമ്മമാർ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാലോ, നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മളിതൊക്കെ പറയും. കാരണം അങ്ങനെ ഒരു മകനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിലും BJP നേതാവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ അവസാന ഘട്ടം കിടന്ന് കരയാതെ നിങ്ങളുടെ മകനെ പറഞ്ഞില്ല കൃത്യമായി, മരുമകളെയെങ്കിലും വഴിക്ക് നടത്താൻ നോക്കൂ എന്ന് BJPയുടെ നേതാവ് തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മരുമകളെയല്ല, അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്വന്തം മകനെയാണ്. ആ മകനെ നേരെ നടത്താൻ ആണ് അമ്മമാർ ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഈ BJP നേതാവ് പറഞ്ഞതൊക്കെ രാഷ്ട്രീയമാണ്. നമുക്ക് രാഷ്ട്രീയം വിട്ടുകളയാം. അതിൻ്റെ ഈ ഏറ്റവും പോസിറ്റീവായ വശം നമുക്ക് ചിന്തിക്കാം, അത് പറയാം, അതെടുത്ത് പ്രയോഗിക്കാം. ഈ പറഞ്ഞതുപോലെ തെറ്റുകൾ കാണുമ്പോൾ ആൺമക്കളെ തിരുത്തേണ്ടത് അമ്മമാരുടെ, ഉമ്മമാരുടെ കർത്തവ്യമാണ്, അവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. അതിലേക്ക് എല്ലാ അമ്മമാരും ഈ പറയുന്നത് പോലെ മറ്റെല്ലാ വാത്സല്യത്തിൻ്റെ ഏറ്റവും നിറകുടമായിക്കോട്ടെ, പക്ഷേ ആ വാത്സല്യം എല്ലാം മാറ്റിവെച്ച് അവരെ നേർവഴിക്ക് നയിക്കണം. ശാസിക്കേണ്ടപ്പോൾ ശാസിക്കണം, തിരുത്തേണ്ടപ്പോൾ തിരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലേക്ക് പോകും. നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ കാരണം, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാരണം എത്ര ജീവനുകൾ നഷ്ടമായി. നോക്കൂ, താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെപ്പോലും, തൻ്റെ ജീവൻ്റെ തന്നെ പാതിയായ സ്വന്തം അനുജനെ, അല്ലേ, കൊണ്ടു നടന്ന് സ്നേഹിച്ച് താലോലിച്ച ആ അനുജനെ ഒക്കെ കൊലയ്ക്ക് കൊടുത്തില്ലേ? ഇത് എവിടെയാണ് പിഴച്ചത്? ആർക്കാണ് പിഴച്ചത്? നോക്കൂ, അമ്മമാരാണ്. അവരുടെ എന്താ പറയണ്ടേ, ശ്രദ്ധക്കുറവും അവരുടെ ഈ അമിതമായ വാത്സല്യവുമല്ലേ ഇത്തരം കുഴപ്പങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അവർ അത് മനസ്സിലാക്കി തിരുത്തട്ടെ. ആൺമക്കളെ തിരുത്തേണ്ടത് അമ്മമാർ തന്നെയാണ്. അച്ഛന്മാരെക്കാൾ കൂടുതൽ അവരെ തിരുത്താൻ സാധിക്കുക, അവരെ സ്വാധീനിക്കാൻ സാധിക്കുക അമ്മമാർക്കാണ്. അമ്മയുടെ വാക്ക് തട്ടിക്കളയുന്ന
തള്ളിക്കളയുന്ന ഒരു മകനും ഉണ്ടാകില്ല ലോകത്ത് എന്ന് നമുക്ക് പൊതുവെ പറയാൻ സാധിക്കും. അതുകൊണ്ട് അമ്മമാർ ചിന്തിക്കട്ടെ, അത് മല്ലിക സുകുമാരനായാലും ശരി, അഫാൻ്റെ ഉമ്മയായാലും ശരി, അവർ അതിനുള്ള മുൻകൈ എടുക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ.